നമ്മുടെ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ജനറൽ കൺവീനർ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ നമ്മളോട് ജോയിൻ ചെയ്യുകയാണ്. തങ്ങളെ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തെയും വർത്തമാനത്തെയും ഭാവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു ചരിത്ര സ്മൃതിയാണ് ഈ എക്സ്പോയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഈ എക്സ്പോയെ പറ്റിയൊരു കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഒരു ചോദ്യം, രണ്ടും ഒന്നിച്ച് ചോദിക്കുകയാണ്. നമ്മൾ ഒട്ടേറെ ദൂരം അകലെ വിദേശ രാജ്യത്ത്, അവിടെയും സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉണ്ട്. നാട്ടിലിങ്ങനെ ഒരു സമ്മേളനമൊക്കെ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ എക്സ്പോയിൽ ഇങ്ങനെ ഈ തിരക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. രണ്ടും കൂടി എന്താണ് അഭിപ്രായം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യത്തിൽ നിങ്ങൾ ചോദിച്ച നൊസ്റ്റാൾജിക് ഫീൽ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു സമസ്തയുടെ 100ാം വാർഷിക ഇൻ്റർനാഷണൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു ഇൻ്റർനാഷണൽ പ്രചരണ സമ്മേളനം നടത്തണമെന്ന് മുഷാവറ തീരുമാനിച്ചപ്പോൾ അവർ അത് ഏറ്റെടുത്ത് നടത്താൻ UAE ആണ് അവർ തിരഞ്ഞെടുത്തത്. അതിൽ വലിയ സന്തോഷം UAEയിലുള്ള എല്ലാ സമസ്തയുടെ അനുഭാവികൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങുമായി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി നാട്ടിലേക്ക് വരാനുള്ള ധൃതിയിലാണ് പലരും. ഈ എക്സ്പോയുടെ ഭാഗമായി തന്നെ നടക്കുന്ന മറ്റൊരു ക്യാമ്പ്, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പിൽ വിദേശ പ്രതിനിധികൾ, പ്രത്യേകിച്ച് GCCയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ 1000 ആളുകൾക്കാണ് അവസരം നൽകിയിരുന്നത്. അതിൽ തന്നെ 500ൻ്റെ അടുത്ത ആളുകൾ UAEയിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തു എന്നുള്ള 465 ആളുകൾ UAEയിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ UAE എന്ന് പറഞ്ഞാൽ സമസ്തയുടെ നല്ല വേരോട്ടമുള്ളൊരു മണ്ണാണ്. മറ്റ് GCC രാജ്യങ്ങളില്ല എന്നല്ല അതിനെ അർത്ഥമാക്കുന്നത്, പക്ഷേ നല്ല വേരോട്ടമുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ നേരത്തെ ഇവിടെ എത്തിയത്. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരികയും ഇതിൻ്റെ ഭാഗമാക്കാവാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയൊരു 100ാം വാർഷികത്തിലേക്ക് നമ്മളൊന്നും ഉണ്ടാവില്ല, തീർച്ചയായിട്ടും നമ്മളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഒരുപാട് സെയ്തന്മാരുടെ, ഒരുപാട് ആലിമീങ്ങളുടെ, അതുപോലത്തെ ഒരുപാട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നവർ നമ്മളൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയിലൊരു ഭാഗമാവുക, അതിലൊരു ചെറിയ കണ്ണിയായി ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തി ഇതിൽ ഭാഗവാക്കായിട്ടുള്ളത്. ഈ എക്സ്പോ സത്യത്തിൽ ഇതൊരു പുതിയ തലമുറക്ക് ഈ നമ്മുടെ സമസ്തയുടെ പഴയ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ദുബായിൽ നടത്തിയ നമ്മുടെ സമ്മേളനം, ഒരുപക്ഷെ കഴിഞ്ഞ കാല സമ്മേളനങ്ങളൊക്കെ അന്ന് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ അത്ര വർദ്ധിതമായിട്ടില്ല. അപ്പോൾ ഗൾഫ് രാജ്യത്ത് അഭൂതപൂർവമായൊരു പ്രചരണം, പ്രത്യേകിച്ച് UAE എല്ലാ എമിറേറ്റ്സിലും അഭൂതപൂർവമായൊരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്നു, ഇന്ന സംഘങ്ങൾ അവിടുന്ന് യാത്രയാകുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരുപാട് സമ്മേളനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ നടന്ന സമ്മേളനങ്ങൾ നമ്മൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAEയിൽ ഇതൊരു ആവേശമായി. ഗൾഫ് സമ്മേളനം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഏതൊക്കെ തരത്തിലാണ് അവിടെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ദശമംഗലം സൂചിപ്പിച്ച നമ്മുടെ ദുബായ് പ്രചാരണ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഈ വിനീതൻ. അൽഹംദുലില്ലാ, പ്രചാരണം പല രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സമസ്തയുടെ പ്രചാരണത്തിന് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പ്രചരണം തുടങ്ങുകയും അതിന് നാട്ടിൽ കൂടി അതിന് പ്രചാരണം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ വരെ ഏറ്റെടുത്ത് അതിൻ്റെ പ്രചാരണം വളരെ ഭംഗിയായിക്കൊണ്ട് അത് ഏറ്റെടുക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ UAEയുടെ പല ഭാഗങ്ങളിൽ നിന്നും SKSFൻ്റെയും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ താഴെ തട്ടിലേക്ക് നമ്മളതിനെ വ്യാപിപ്പിക്കുകയും വളരെ ഭംഗിയായിക്കൊണ്ട് നമുക്ക് അതിനെ പ്രചാരണ രംഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ UAE സംബന്ധിച്ചിടത്തോളം. നമുക്ക് വലിയൊരു സമ്മേളനം നടത്തുമ്പം അതിൻ്റേതായിട്ടുള്ള
വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവിടെ നിന്നുള്ള സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വരെ നമ്മുടെ പ്രചാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെന്ന് വരെ പറയുന്ന രൂപത്തിൽ അതിൻ്റെ പ്രചാരണം നമുക്ക് അവർ മനസ്സിലാക്കിയ രൂപത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. അൽഹംദുലില്ലാ അതൊക്കെ സമസ്തയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. നമ്മുടെ പ്രചാരണം അൽഹംദുലില്ലാ നമുക്ക് അവിടെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗൾഫ് സുപ്രഭാതം അൽഹംദുലില്ലാ ഏകദേശം അതിൻ്റെ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഗൾഫ് സുപ്രഭാതം വരുന്നത്. നമ്മുടെ ഈ 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഗൾഫ് സുപ്രഭാതം അതിൻ്റെ ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടി നമുക്ക് തുറന്നു തന്നുകൊണ്ട് വലിയൊരു വായനയുടെ വിശാലമായ ലോകത്തേക്ക് ഈ ഗൾഫ് സുപ്രഭാതം നമ്മളെ നയിക്കുകയാണ്. അതുതന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്. അത് തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ പ്രചരണ കാര്യങ്ങളും മറ്റും ആളുകളിലേക്ക് എത്തിച്ച് വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടി GCC കൺട്രി UAE മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി അതിനെ വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. നമ്മുടെ ഈ സ്റ്റാൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ഗ്ലോബൽ എക്സ്പോയിൽ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആണ് ഷാർജ ബുക്ക് ഫെയർ. അതിൽ 2 വർഷം നമുക്ക് സ്റ്റാള് ഗൾഫ് സുപ്രഭാതത്തിന് വേണ്ടി മാത്രം അവിടെ സ്ഥാപിക്കാനും പല നേതാക്കളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ സാധിച്ചു. അതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. ഇനിയും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് സുപ്രഭാതം. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അതിൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ സമസ്തയുടെ ഒരു സ്ഥാപനമാണെന്നുള്ള രൂപത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് കൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീദ് തങ്ങൾ നമ്മുടെ SKSF-ൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് തങ്ങളവറുകൾ പിന്നെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഈ ഒരു സ്റ്റാളിൽ വന്നിരിക്കുമ്പോൾ നേരത്തെ അബ്ദുറഹ്മാൻ തങ്ങളോട് നമ്മുടെ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലക്ക് ബഷീർ ഫൈസി ദേശമംഗലം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ ഒരു പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒക്കെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ അതുപോലെ തന്നെ ഒരു നെസ്റ്റോളജി ഫീൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുപ്രഭാതം നിരത്തിലിറങ്ങുന്നതിന് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശ പ്രചരണ രംഗത്ത് നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം ഒരു സുപ്രഭാതത്തിൻ്റെ കുറവായിരുന്നു. അതുകൂടി പരിഹരിച്ചപ്പോഴാണ് നമ്മുടെ ഈ 100ാം വാർഷികം അക്ഷരാർത്ഥത്തിൽ വിജയിച്ചു എന്നുള്ളത്. മാധ്യമ ഭീകരത അതിൻ്റെ ഏറ്റവും ഒരു വമ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഒരു മാധ്യമത്തിന് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പ്രസ്ഥാനത്തെയൊക്കെ ഏത് നിലക്കും വേട്ടയാടാനും ഏത് ഭീകര അല്ലെങ്കിൽ വർഗീയ ചിത്രീകരിക്കാനുമൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടത്തിലാണ് സുപ്രഭാതത്തിൻ്റെ പ്രസക്തി അവിടെ മനസ്സിലാകുന്നത്. ഒരു ചെറിയ വാർത്ത തന്നെ എത്ര ഭീകരമായിട്ടും എത്ര വർഗീയമായിട്ടും ഒക്കെ അവതരിപ്പിക്കാൻ പത്രപ്രവർത്തന രംഗത്തിന് സാധിക്കും, പത്രപ്രവർത്തകർക്ക് സാധിക്കും, പത്രമാധ്യമങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കുറഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ സുപ്രഭാതം ഒരു തിരുത്തൽ ശക്തിയായിട്ടും ഒരു നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രമായിട്ടും അപ്പോൾ തന്നെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മുഖമുദ്രയായി ഇവിടെ പരിലസിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനം തോന്നുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിൻ്റെ തണലിലായിട്ട് തന്നെ ദീർഘകാലം ഖിയാമത്ത് നാൾ വരെ ഈ പദ്ധതി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.